തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. 30-ാം വയസ്സിൽ സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് ഞങ്ങൾ ഏതാണ്ട് 14 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനൊരു ബിസിനസ്സുകാരനായിരുന്നു. ഓരോ സ്ഥലത്ത് വീടെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൻ്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാർ അപ്പനോട് പറയും, അങ്ങോട്ട് പോകണ്ട, അവിടെ ഉള്ള ആൾക്കാരത്ര നല്ലതല്ല, അവർ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ്, ഇന്ന രീതിയിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവിടെ പോയാൽ ശരിയാകില്ല. ഓരോ വീട് ചൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അപ്പൻ അതൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല. സൗകര്യപ്രദമായൊരു വീട്, അത് മാത്രമേ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമായിരുന്നു. അവരോട് പറയും, ഞാനവിടെ ആരോടും കുസ്തി പിടിക്കാനൊന്നുമല്ല പോകുന്നത്, ഞാനവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോകുന്നതാണ്, അതുകൊണ്ട് ചുറ്റുപാടുകൾ ആരായാലും എനിക്ക് പ്രശ്നമല്ല. പിന്നെ നമ്മൾ താമസിച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതിനകത്തൊന്നും സത്യം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. നമ്മൾ അവരോട് എങ്ങനെ ഇടപെടുന്നു അതിനനുസരിച്ച് തന്നെയാണ് അവർ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ നമ്മൾ അവിടെ നിന്ന് താമസമൊക്കെ മാറുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുൻവിധിയോടുകൂടി ആരോടും ഇടപെടാതിരിക്കുക, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മുൻവിധി ഒരടിമത്തം തന്നെയാണ്. ഒരാളെക്കുറിച്ച് മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിച്ച് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്കവൻ എങ്ങനെയാണ്? അതാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ. ഒരാളുടെ ശത്രു എൻ്റെ ശത്രുവാകുന്നത് എന്തിനാണ്? മറ്റൊരാളുടെ ശത്രു എൻ്റെ ശത്രുവാകുന്നത് എന്തിനാണ്? നമുക്ക് അവരുമായിട്ട് ഇടപെട്ടിട്ട് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ കാണാതെ പോലും നമ്മൾ കമൻറ്റുകളൊക്കെ പാസ്സാക്കാറുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ കാര്യം മനസ്സിലിരിക്കുന്നത് കൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാനായിട്ട് സംസാരിക്കാനായിട്ട് കഴിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുക, മുൻവിധി അടിമത്തമാണ്. അതിന് പകരം എൻ്റെ ചുറ്റുപാടുകളെ ഞാനാണ് തീരുമാനിക്കുന്നതെന്നുള്ള ഉറപ്പോടുകൂടി തീക്ഷ്ണതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമ്മളിൽ നന്മയുണ്ടെങ്കിൽ ചുറ്റുപാടുകളിൽ നന്മയുണ്ടാവും. ആ നന്മയിൽ ഒന്നിച്ച് വളരാനുള്ള ഒരു കരുത്തും ഉണ്ടാവും. അതിനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.